തൃക്കാക്കര അഗ്നിരക്ഷാ നിലയത്തിൽ അഗ്നിശമന സേനാ ദിനം വിപുലമായി ആചരിച്ചു. വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ധീരരായ സേനാംഗങ്ങളുടെ പ്രവർത്തനം മറ്റ് സേനാംഗങ്ങൾക്ക് പ്രചോദനമാകണമെന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ എല്ലാ അഗ്നിരക്ഷാ നിലയത്തിലെന്ന പോലെ തൃക്കാക്കര അഗ്നിരക്ഷാ നിലയത്തിലും അഗ്നിശമന സേനാദിനം വിപുലമായി ആചരിച്ചു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. തുടർന്ന് മൺമറഞ്ഞ ധീരരായ അഗ്നിശമന സേനാംഗങ്ങളെ ആദരിച്ചുകൊണ്ട് അനുസ്മരണ ചടങ്ങും വാഹന റാലിയും സംഘടിപ്പിച്ചു. തൃക്കാക്കര അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ആരംഭിച്ച വാഹന റാലി NGO ക്വാർട്ടേഴ്സ്, സീപോർട്ട് റോഡ്, തൃക്കാക്കര നഗരസഭ, കാക്കനാട് IMG ജംഗ്ഷൻ, കളക്ട്രേറ്റ്, പടമുകൾ, കുന്നുംപുറം എന്നീ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് തൃക്കാക്കര അഗ്നിരക്ഷാ നിലയത്തിൽ സമാപിച്ചു. ഫയർഫോഴ്സിനൊപ്പം സിവിൽ ഡിഫൻസ് അംഗങ്ങളും അണിചേർന്നു. തൃക്കാക്കര അഗ്നിരക്ഷാ നിലയം ഓഫീസർ B. ബൈജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിജാം അധ്യക്ഷത വഹിച്ചു. 1944 ഏപ്രിൽ 14 ഉച്ചകഴിഞ്ഞ് 12:45 മുംബൈ തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്ന SS ഫോർട്ട് സ്റ്റിക്കിനെ എന്ന കപ്പലിൽ വൻ സ്ഫോടനത്തോടുകൂടി ഒരു തീപിടുത്തമുണ്ടായി. സ്ഫോടക വസ്തുക്കൾ കയറ്റിയിരുന്ന ഈ കപ്പലിലെ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ സ്ഫോടനത്തിലും ഒട്ടേറെ മനുഷ്യർ മരണപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിച്ചു. സ്ഫോടക വസ്തുക്കളാണ് കപ്പലിൽ സംഭരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അഗ്നിശമന സേന പല വിഭാഗങ്ങളിലായി തിരിഞ്ഞ് തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ധീരമായി ഏർപ്പെട്ടു. ഈ പ്രവർത്തനത്തിൽ 59 സേനാംഗങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കത്തുന്ന ഒരു സിഗരറ്റ് കുറ്റിയാണ് ഈ തീപിടുത്തത്തിന് കാരണമായതെന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ടും വിശേഷിച്ച് കേരളത്തിലേതടക്കം മൺമറഞ്ഞ ധീരരായ അഗ്നിശമന സേനാംഗങ്ങളെ ആദരിച്ചുകൊണ്ടുമാണ് എല്ലാ വർഷവും ഏപ്രിൽ 14 രാജ്യമൊട്ടുക്കും അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത്. സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ MP നിസാം, സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ നിമ ഗോപിനാഥ്, പോസ്റ്റ് വാർഡൻ സിജു T. ബാബു, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ PM മാഹിൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാക്കനാട് നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി PM മാഹിൻകുട്ടി.